Welcome everybody. PSC LDC Kannur 2003 English. The opposite of disseminate. Disseminate പറയുന്നത് സീഡ്സ് സ്കാറ്റർ ചെയ്യുന്നതാണ് ഡിസെമിനേറ്റ് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാന്റിൽ നിന്നോ ട്രീയിൽ നിന്നോ പല സ്ഥലങ്ങളിലേക്ക് ആ സീഡ്സോ പോളനോ പറന്നു പോകുന്നതാണ് ഡിസെമിനേറ്റ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പോകാതിരിക്കുന്നത് എന്ന് പറയണം. ബ്രോഡ്കാസ്റ്റ് പറയുന്നത് ഒരാളിൽ നിന്നും പലർക്കും ടി വിയിലോ റേഡിയോയിലോ പോകുന്ന ന്യൂസ്. കൺവേ പറയുന്നത് ഒരാൾ അവരുടെ തന്നെ ഫാമിലി പോലെ ഒരു ചെറിയ 10-12 ആൾക്കാർക്ക് ഒരു ന്യൂസ് പകർന്നു കൊടുക്കുന്നത്. ഐ കൺവേഡ് ദ മെസ്സേജ് ടു ഹിം. ഡിഫ്യൂസ് പറയുന്നത് ലൈറ്റ് സ്പ്രെഡ് ആവുന്നത്. സണ്ണിൽ നിന്നും വരുന്ന ലൈറ്റ് നമുക്ക് വൈറ്റ് ലൈറ്റ് ആയിട്ട് കാണാൻ അതിങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കൂടി ഡിഫ്യൂസായി വരുന്നത് കൊണ്ടാണ്. ഡിഫ്യൂഷൻ കാരണമാണ് നമുക്ക് റെയിൻബോ കിട്ടുന്നത്. ഡിഫ്യൂഷൻ കാരണമാണ് നമുക്ക് അറോറ ബോറിയാലിസ് എന്നുള്ള പോലത്തെ നോർത്ത് പോളിലും സൗത്ത് പോളിലും പല കളർ ലൈറ്റ് സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് ഡിഫ്യൂഷൻ. അപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റ്, കൺവേ, ഡിഫ്യൂസ് എല്ലാം ഒന്നിൽ നിന്നും പലതിലേക്ക് പോകുന്നതാണ്. ഡിസെമിനേറ്റ് പോലെ. അതിൻ്റെ ഓപ്പോസിറ്റ് വിത്ത് ഹോൾഡ് ആണ്, തടഞ്ഞു നിർത്തുക, പോകാതെ തടയുക. 71A ആണ് കറക്റ്റ് ആൻസർ. ഓപ്പോസിറ്റ് ഓഫ് ഡിസെമിനേറ്റ് ഇസ് വിത്ത് ഹോൾഡ്. 72 ഹൗ ഇസ് ദറ്റ് ബ്രദർ ഓഫ്. അപ്പോൾ എൻ്റെ ബ്രദർ ഓഫ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ അപ്പോസ്ട്രോഫി എസ് ലാസ്റ്റിലുള്ള ഡി ഉള്ള യുവേഴ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓഫ് എന്ന് അവിടെ തന്നെ ഉണ്ട്. ബിലോങ്സ് ടു ഓഫ് എന്നുള്ളതാണ് ഈ അപ്പോസ്ട്രോഫി. 72C ഉപയോഗിക്കും. ബ്രദർ ഓഫ് യുവേഴ്സ്, നിൻ്റെ ബ്രദർ എങ്ങനെ ഇരിക്കണോ. 73 യു മേ സിറ്റ് ഡാഷ്. യു മേ സിറ്റ് പറയുമ്പോൾ നിനക്കിരിക്കാം. ഫ്യൂച്ചറാണ്, പ്രസൻ്റ് അല്ല, പാസ്റ്റ് അല്ല. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഒരു കണ്ടീഷൻ എന്തെങ്കിലും പറയേണ്ടത്. വേറെവർ യു ലൈക്ക്ഡ് എന്ന് പറയാൻ പറ്റില്ല, പാസ്റ്റ് ടെൻസ് ആണ്. വെൻ യു ഗോട്ട് പെർമിഷൻ പറയാൻ പറ്റില്ല, വെൻ യു ഗെറ്റ് എന്ന് പറയണമായിരുന്നു. വെൻ യു ആർ ടയേർഡ് എന്ന് പറയാൻ പറ്റും. യു മേ സിറ്റ് വെൻ യു ആർ ടയേർഡ്. നിനക്ക് ടയേർഡ് ആകുമ്പോൾ നീ ഇരുന്നോളൂ. വെനെവർ യു ലൈക്ക്ഡും പറയാൻ പറ്റില്ല. വെനെവർ യു ലൈക്ക്ഡ് പറയുമ്പോൾ നിനക്കെപ്പോൾ ഇഷ്ടമാകും എന്നുള്ളതാണ്. അപ്പോൾ വെനെവർ എന്ന് പറയുമ്പോൾ ലൈക്ക്ഡ് എന്ന് പറയാൻ പറ്റില്ല. വെൻ യു ആർ ടയേർഡ്. 73B യു മേ സിറ്റ് വെൻ യു ആർ ടയേർഡ്. 74 ഐ ഹാവ് ഡാഷ് മണി ദാൻ ദ ക്ലർക്ക്. അപ്പോൾ ലെസ്, ലെസർ, ഫ്യൂവർ എന്നുള്ള 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഐ ഹാവ് ലെസ് മണി ദാൻ ദ ക്ലർക്ക്. 74A ഐ ഹാവ് ലെസ് മണി ദാൻ ദ ക്ലർക്ക്. കമ്പാരിഷൻ ആണെങ്കിലും ലെസർ, ഫ്യൂവർ എന്ന് പറയില്ല. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഐ ഹാവ് ലെസ് മണി ദാൻ ദ ക്ലർക്ക്. 75 I dash that she will be here soon. I am expecting, I expected, I expect, I shall expect. അപ്പോൾ 75 നമ്മൾ ഐ എക്സ്പെക്ട് ദാറ്റ് ഷീ വിൽ ബി ഹിയർ സൂൺ. ഞാൻ എക്സ്പെക്ട് ചെയ്യണം, ഇപ്പോൾ പ്രസൻറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എക്സ്പെക്ട് എന്തെന്ന്, ഷീ വിൽ ബി ഹിയർ സൂൺ, ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്. അവൾ വരുമെന്ന്, പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്, ഉടനെ തന്നെ വരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യണോ. ഐ ആം എക്സ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇപ്പോൾ പ്രസൻറ്റ് മാത്രം പറയുമ്പോൾ ഐ എക്സ്പെക്ട്. 75C ഐ എക്സ്പെക്ട് ദാറ്റ് ഷീ വിൽ ബി ഹിയർ സൂൺ. 76 ഹെൻറീസ് സ്പീച്ച് ഫെയിൽഡ് ടു ഡാഷ് ഹിസ് ഓഡിയൻസ്. സ്പീച്ച് ഓഡിയൻസിനെ എന്ത് ചെയ്യാൻ വിട്ടുപോയി. അറൗസ്, അറൈസ്, റൗസ്, റൈസ്. അറൗസ് എന്നുള്ളതാണ് നമ്മൾ എന്താ പറയുക, ഈ പാട്രിയോട്ടിക് സ്പീച്ചൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവരും നമ്മുടെ കേരളം എന്ന് കേൾക്കുമ്പോൾ തിളയ്ക്കണം എന്ന് പറയില്ലേ, അതാണ് അറൗസ്. എ 76A അറൗസ് എന്നുള്ളത് അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കാനുള്ളതാവുമ്പോൾ അറൗസ് എന്നാകും. തന്നെത്താൻ ആവുമ്പോൾ റൗസ് എന്ന് പറയും. ഹെൻറീസ് സ്പീച്ച് ഫെയിൽഡ് ടു റൗസ് ഹിസ് ഓഡിയൻസ്. ഓഡിയൻസിന് സംഭവിക്കുക, സ്പീച്ചിന് സംഭവിക്കുക. ഹെൻറിയുടെ സ്പീച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് റൗസ്, ROUSE. അറൈസ് എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അറൈസ്, സൺ അറൈസസ്. ഇപ്പോൾ സണ്ണിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറൈസ്, അവേക്ക് ആൻഡ് സ്റ്റോപ്പ് നോ. വിവേകാനന്ദ അന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിവേകാനന്ദ പറഞ്ഞപ്പോൾ അറൈസ്, അവേക്ക് ആൻഡ് സ്റ്റോപ്പ് നോട്ട് എന്ന് പറഞ്ഞു, അത് പ്രയത്നിക്കൂ എന്ന്. അപ്പോൾ സണ്ണ് റൈസ് ചെയ്യണോ എന്നുള്ളത് ഡി. അതുപോലെ അറൗസ് എന്നുള്ളത് ഹെൻറീസ് സ്പീച്ച് ഓഡിയൻസിൽ ഉണ്ടാക്കേണ്ടത്, സ്പീച്ച് ഉണ്ടാക്കേണ്ടത് റൗസ്, ഉണ്ടാവേണ്ടത് അറൗസ്, ഐ വാസ് അറൗസ്ഡ് ബൈ ഹെൻറീസ് സ്പീച്ച്. അങ്ങനെ ആക്റ്റീവ് പാസീവ് വോയിസിൽ ഉപയോഗിക്കേണ്ടത്. 76 കറക്റ്റ്. 77 if we knew your address we dash you. If we knew our address, ഞങ്ങൾക്ക് നിൻ്റെ അഡ്രസ്സ് അറിഞ്ഞിരുന്നുവെങ്കിൽ we dash you. We would write, we will write, we would have written, we would have been writing. ഇപ്പോൾ ഇതിൽ 77 we would write to you എന്നാണ്.
ഞങ്ങൾക്ക് നിൻ്റെ അഡ്രസ്സ് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ടാകും. വി വുഡ് റൈറ്റ് ടു യു. വി വിൽ എന്നുള്ള ഫ്യൂച്ചർ അല്ല. കാരണം എന്താ, ഇഫ് വി ന്യൂ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടൈം. പാസ്റ്റ് ആകുമ്പോൾ വി വിൽ റൈറ്റ്. ഇപ്പോൾ ചെയ്യേണ്ടതോ പാസ്റ്റിൻ്റെയോ പറയാൻ പറ്റും, ഫ്യൂച്ചറിൻ്റെ വി വുഡ് റൈറ്റ്. ഇഫ് യു ഗിവ് യുവർ അഡ്രസ് വി വുഡ് റൈറ്റ്. നീ അഡ്രസ്സ് തന്നാൽ ഞങ്ങൾ എഴുതാമെന്നുള്ളത് എയിൽ വരും. പക്ഷേ പാസ്റ്റ് എന്താ പറയുന്നത്, ഇഫ് വി ന്യൂ യുവർ അഡ്രസ്, ഞങ്ങൾക്ക് ആദ്യമേ അറിയുമായിരുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ 77 നമ്മൾ ഓപ്ഷൻ എ വി വുഡ് റൈറ്റ് ടു യു, ഞങ്ങൾ നിനക്ക് കത്തെഴുതും. 78 ദോ ഹി റിഫ്യൂസ്ഡ് അറ്റ് ഫസ്റ്റ് ഹി ഡാഷ് ഇൻ ദ എൻഡ്. ആദ്യം അവൻ സമ്മതിച്ചില്ല, വിസമ്മതിച്ചു. ദോ എന്നാലും കൂടി, ഡാഷ് ഇൻ ദ എൻഡ് കൊടുക്കാം. അവൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, സമ്മതിച്ചു എന്ന് പറയണം. ദോ ഹി റിഫ്യൂസ്ഡ് അറ്റ് ഫസ്റ്റ് ലേറ്റർ ഹി ഡാഷ് ഇൻ ദ എൻഡ് കൊടുക്കും, അവൻ സമ്മതിച്ചു എന്ന് പറയണം. അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും, 78 നമ്മൾ കെയിം അറൗണ്ട് എന്ന് പറയും. കെയിം അറൗണ്ട് പറഞ്ഞാൽ അവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നു എന്നുള്ള രീതിയിലുള്ളതാണ് കെയിം അറൗണ്ട്. അവൻ നമ്മുടെ വഴിക്ക് വന്നു, ഹി കെയിം അറൗണ്ട്, വന്ന് തിരിഞ്ഞു, യു ടേൺ എടുത്തു എന്നുണ്ട്. റിഫ്യൂസ്ഡ് ലേറ്റർ, ആദ്യം റിഫ്യൂസ്ഡ് അറ്റ് ഫസ്റ്റ് ആൻഡ് ഇൻ ദ എൻഡ് അവൻ എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾ യു ടേൺ എടുത്തു എന്ന് പറയണം. അപ്പോൾ കെയിം അറൗണ്ട്. 78 ഡി കെയിം അപ്പ് പറഞ്ഞാൽ പുതിയ ഐഡിയാസും കൊണ്ടുവന്നു, പുതിയ നുണകളും കൊണ്ടുവന്നു അവൻ എന്നുള്ളതാണ് കെയിം അപ്പ്. കെയിം എവേ എന്നൊരു സാധനവും ഇല്ല. കെയിം ഔട്ട് എന്നുള്ളത് പുറത്ത് വന്നു, ദ ഡോഗ് കെയിം ഔട്ട് ഓഫ് ദ കെനൽ, അതാണ് കെയിം ഔട്ട്. ഹി കെയിം ഔട്ട് ഓഫ് ദ ജയിൽ, അത് വേറെ. 78 ഡി ദോ ഹി റിഫ്യൂസ്ഡ് അറ്റ് ഫസ്റ്റ് ഹി കെയിം അറൗണ്ട് ഇൻ ദ എൻഡ്. വേറെ ഒരു വാക്ക് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് റിലൻറ്റഡ് എന്ന് ഉപയോഗിക്കാം. ആദ്യം അവൻ സമ്മതിച്ചില്ലെങ്കിലും, കാരണം അച്ഛൻ മോളുടെ കല്യാണത്തിന് സംഭവിച്ചില്ല ആദ്യം, പിന്നെ ഹി റിലൻറ്റഡ്, ശരി പറഞ്ഞ് പോട്ടെ പറഞ്ഞ് വിഷമത്തോടെ ശരിയെന്ന് സമ്മതിച്ചു. റിലൻറ്റഡ് പറഞ്ഞാൽ മുമ്പ് ചെയ്ത തെറ്റ് മനസ്സിലാക്കി തീരുമാനം മാറ്റി എന്നുള്ളതാണ് റിലൻറ്റഡ് എന്നുള്ളത്. 79 A work published after a writer's death is memorial, memento, post-death, posthumous. മെമ്മോറിയൽ പറയുന്നത് ഒരാളുടെ മെമ്മോറിയൽ, ഒരാൾ മരിച്ച ശേഷം അവർക്ക് മെമ്മോറിയൽ സർവീസ് നടത്തും, നമ്മൾ മരിച്ച ശേഷം അവർക്ക് മെമ്മോറിയലായിട്ട് സ്റ്റാച്യു വയ്ക്കും, അതെല്ലാം മെമ്മോറിയൽ. റൈറ്റർ എന്ന് പറയുന്നത് ഒരു കഥ എഴുത്തുകാരനായി. മൊമെൻറ്റോ പറയുന്നത് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. മൊമെൻറ്റോ വലിയ വിലയുള്ളതല്ലെങ്കിലും ഓർമ്മ വയ്ക്കാൻ ഇഷ്ടപ്പെടാവുന്ന ഒരു സാധനം, ഒരു ഷീൽഡോ എന്തെങ്കിലും ഒന്ന് കൊടുക്കും, അത് മൊമെൻറ്റോ. പോസ്റ്റ് ഡെത്ത് പറയുന്നത് മരിച്ചതിന് ശേഷം. പോസ്റ്റ് ഡെത്ത് തന്നെ അവരുടെ ആദ്യം ആഫ്റ്റർ ദ റൈറ്റേഴ്സ് ഡെത്ത് എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഈ വാക്ക് എന്തായാലും പറ്റില്ല. പോസ്തുമസ് പറയുന്നത് മരണത്തിന് ശേഷം. പോസ്തുമസായിട്ട് ഭരതരത്ന അവാർഡ് കൊടുത്തു, പോസ്തുമസായിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്തു, പോസ്തുമസായിട്ടാണ് സിനിമ റിലീസായത് എന്ന് പറയുന്നത് വർക്ക് പബ്ലിഷ്ഡ് ആഫ്റ്റർ ദ റൈറ്റേഴ്സ് ഡെത്ത് ഇസ് കോൾഡ് പോസ്തുമസ്. 79 ഡി 80 എ പേഴ്സൺ ഹു ഈസ് ഇൻഡിഫറൻറ്റ് ടു പ്ലഷർ ആൻഡ് പെയിൻ. പ്ലഷർ പറഞ്ഞാൽ സുഖവും സന്തോഷവും, പെയിൻ പറഞ്ഞാൽ വേദനയും. ശ്രീരാമന് കിരീടം കിട്ടും എന്ന് പറയുമ്പോഴും 14 വർഷം കാട്ടിൽ പോകണമെന്ന് പറയുമ്പോഴും ഒരേപോലെ റെസ്പോണ്ട് ചെയ്തു, അതാണ് ഇൻഡിഫറൻറ്റ് ടു പ്ലഷർ ആൻഡ് പെയിൻ. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കും, സ്റ്റോയിക്, സെപ്റ്റിക്, അസെറ്റിക്, സെറ്റിക്. 80 നമ്മൾ സ്റ്റോയിക് എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. സ്റ്റോയിക് എന്ന് പറയുമ്പോൾ ഒരു മാറ്റവും ഇല്ലാത്ത, ഒരു വികാരങ്ങളും പ്രകടിപ്പിക്കാതെ എന്ന് അർത്ഥം വരുന്നുണ്ട്. 80A സ്റ്റോയിക്. അസെറ്റിക് സി എന്താണെന്ന് വിചാരിച്ചാൽ സന്യാസം എന്നുള്ള രീതിയിലുള്ളതാണ് സന്യാസം. പ്ലഷറും പെയിനും ഇൻഡിഫറൻ്റ് ആയിട്ട് ഐക്യമല്ല അസെറ്റിക്. അസെറ്റിക് പറയുന്നത് പ്ലഷറും പെയിനും വേണ്ടാന്ന് വെച്ചിട്ട്, സന്യസിച്ചിട്ട് വേണ്ടാന്ന് വെച്ച് പോയതാണ് അസെറ്റിക്. സ്റ്റോയിക് അങ്ങനെയല്ല, സുഖവും സന്തോഷവും വേണ്ട വെച്ച് പോയ മനുഷ്യനല്ല, സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടയിൽ ഇരിക്കുന്നതാണ്. പക്ഷേ റെസ്പോണ്ട് ചെയ്യണത് ഇൻഡിഫറൻ്റ് ആണ്. രണ്ടിനും സുഖം വന്നാൽ ചാടിക്കളിക്കുകയും പിന്നെ സങ്കടം വന്നാൽ കരയുകയും അല്ല. സ്റ്റോയിക്ക് പറയുന്നത് ഇൻഡിഫറൻ്റ് ആയിട്ടിരിക്കുക, രണ്ടിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക, രണ്ടിനും വ്യത്യാസം കാണാതിരിക്കുക, അതാണ് സ്റ്റോയിക്. എ പേഴ്സൺ ഹു ഈസ് ഇൻഡിഫറൻറ്റ് ടു പ്ലഷർ ആൻഡ് പെയിൻ ഇസ് സ്റ്റോയിക്. 80A. 81 തോമസ് ഇസ് യൂസ്ഡ് ടു ഡാഷ് അറ്റ് നൈറ്റ്. രാത്രി തോമസ് എന്ത് ചെയ്യും, വർക്ക്, വർക്കിംഗ്, ഹാവ് വർക്ക്, വർക്ക്ഡ്. ഈസ് യൂസ്ഡ് ടു പറഞ്ഞാൽ റെഗുലറായിട്ട് ചെയ്യേണ്ടതാണ്, അപ്പോൾ വർക്ക്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഹാവ് വർക്ക്ഡ് ചെയ്തിരുന്നു ഇപ്പോൾ ചെയ്യണില്ല എന്നുള്ള രീതിയിലുള്ള ഹാവ് വർക്ക്ഡും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 81-ൽ A, B നമ്മൾ ചൂസ് ചെയ്യണം. എയിലും ബിയിലും തോമസ് ഇസ് യൂസ്ഡ് ടു വർക്ക് അറ്റ് നൈറ്റ്. തോമസ് ഇസ് യൂസ്ഡ് ടു വർക്കിംഗ് അറ്റ് നൈറ്റ്. യൂസ്ഡ് ടു പറയുമ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു സംഭവം, അതുകൊണ്ട് നമ്മൾ വർക്കിംഗ് എന്ന് പറയണം. തോമസ് ഇസ് യൂസ്ഡ് ടു വർക്കിംഗ് അറ്റ് നൈറ്റ്. 81B വർക്കിംഗ് അറ്റ് നൈറ്റ്, കണ്ടിന്യൂസ് ടെൻസ്, യൂസ്ഡ് ടു ആയതുകൊണ്ട്. 82 ഐ ആം ഓൾഡർ ദാൻ യു. ഞാൻ നിന്നെക്കാട്ടിലും മൂത്തതാണ്. ഐ ആം ഓൾഡർ ദാൻ യു. ഐ ആം എന്നാണ് വരുന്നത്. ഇനി നമ്മൾ ഇതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. നമ്മൾ സാധാരണ നെഗറ്റീവ് ആയിട്ടാണ്, ഇതിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ സെൻറ്റൻസിൽ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് വരണം. ആം ഐ നോട്ട് എന്നുള്ള രീതിയിൽ വരണ ഒരു ക്വസ്റ്റ്യൻ വേണം, ആം ഐ നോട്ട് എന്നുള്ളത്. പക്ഷേ ആമിൻ്റെ കൂടെ നോട്ട് നമ്മൾ ആം നോട്ട് ഐ എന്നൊരു വാക്കില്ല. ആം നോട്ട് ഐ എന്നൊരു വാക്കില്ല. ആം ഐ നോട്ട് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്, ആം നോട്ട് ഐ എന്നൊരു വാക്കില്ല. അപ്പോൾ ബി ഓപ്ഷൻ വരില്ല. ആം ഐ എ എന്തായാലും വരില്ല, കാരണം അത് പോസിറ്റീവാണ്. പിന്നെ ആറൻറ്റ് ഐ എന്നുള്ളത്
ആർ നോട്ട് ഐ എന്നുള്ള മീനിങ് വരുന്ന ഒരു പ്രയോഗമാണ്. ആർണ്ട് ഐ എന്നുള്ളത് ഉപയോഗിക്കാം. 82C ഉപയോഗിക്കാം. 82C ഐ ആം ഓൾഡർ ദാൻ യു, ആർണ്ട് ഐ എന്നുള്ളത്. വേറണ്ട് ഐ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. വേർ എന്നുള്ളത് പാസ്റ്റ് ആയി. ഇന്നലെ ഞാൻ നിനക്കാട്ടിലും വയസ്സ് കൂടുതലായിരുന്നുവെങ്കിൽ ഇന്നും എന്തായാലും നിന്നെക്കാട്ടിൽ ഞാൻ വയസ്സ് കൂടുതലായിരിക്കാം. അപ്പോൾ വേറണ്ട് ഐ എന്നുള്ളൊരു പ്രയോഗം ഇല്ല ഇവിടെ. അപ്പോൾ ഐ ആം ഓൾഡർ ദാൻ യു, ആർണ്ട് ഐ എന്ന് ഉപയോഗിക്കണം. 82C ആം ഐ നോട്ട് എന്നുള്ള മീനിങ് വരുന്നതിന് വേണ്ടിയിട്ടും ആമൻറ്റ് ഐ എന്നുള്ള പ്രയോഗം ഇല്ലാത്തത് കൊണ്ടും ആർണ്ട് ഐ എന്ന് നമ്മൾ ഉപയോഗിക്കണം. 83 ആസ് ദെയർ വാസ് നോ ചോയ്സ് ദ എനിമി ഹാഡ് ടു എന്നുള്ളതാണ്. ഇവിടെ ഗിവ് അപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തോറ്റ് സംബന്ധിച്ച് എനിമി തിരിച്ച് പോവുകയാണ്. ഐ ഹാഡ് ടു ഗിവ് അപ്പ് പറഞ്ഞാൽ 3 വർഷം പരീക്ഷ എഴുതിയിട്ടും പാസ്സായില്ല, സോ ഐ ഗേവ് അപ്പ്. അപ്പം ഞാനായിട്ട് നിർത്തി, അതാണ് ഗിവ് അപ്പ്. അപ്പോൾ എനിമി ഹാഡ് ടു ഗിവ് അപ്പ് പറഞ്ഞാൽ എനിമി നിർത്തി, എനിമിയായിട്ട് നിർത്തി എന്നുള്ളത് ഒന്ന്. പക്ഷെ ഇവിടെ എഴുതിയിട്ടുണ്ട് ആസ് ദെയർ വാസ് നോ ചോയ്സ്, വേറെ ഒരു മാർഗവും ഇല്ലാത്ത കാരണവശാൽ. അപ്പോൾ എനിമി ഗിവ് അപ്പ് അല്ല ചെയ്തിട്ടുണ്ടാവുക. മാർഗ്ഗങ്ങൾ ഇല്ല പറയുമ്പോൾ എനിമിക്ക് ഗിവ് അപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകില്ല. എന്തുകൊണ്ട്? ദെർ വാസ് നോ ചോയ്സ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എനിമി ശരി എന്നെ അറസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. കള്ളൻ പോലീസിനോട് ആസ് ദെർ വാസ് നോ ചോയ്സ് ഹി ഗേവ്, എന്താ നമ്മൾ പറയേണ്ടത്? ഗേവ് ഇൻ. ഹി ഗേവ് ഇൻ പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. എത്ര കാലം ഒളിച്ചോടിയിട്ടും രക്ഷപ്പെടാൻ പറ്റില്ല പറഞ്ഞപ്പോൾ സ്റ്റേഷനിൽ പോയി സറണ്ടറായി. അതാണ് ഹി ഗേവ് ഇൻ. ഗേവ് ഇൻ പറയണത് നമ്മളെ തന്നെ കീഴടങ്ങാൻ സമ്മതിക്കേണ്ടതാണ്. ഗേവ് ഇൻ. 83D. ഗേവ് ബാക്ക്. ഗീവ് ബാക്ക് ഇല്ല. ഗേവ് ബാക്ക് പറഞ്ഞു വെച്ചാൽ തിരിച്ചു കൊടുക്കണത്. സൊസൈറ്റിയിൽ നിന്നും എനിക്ക് കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കുറേ കാശുണ്ടായപ്പോൾ സൊസൈറ്റിക്ക് തിരിച്ചു കൊടുത്തു, ഫിലാന്ത്രഫി ചെയ്തു. ഗേവ് ബാക്ക്. ഗേവ് ഔട്ട് എന്നൊരു സംഭവമില്ല. ഗിവ് ഔട്ട് പറയുന്നത് ഞാൻ കൊടുത്തു. ഐ ആം ഗിവിങ് ഔട്ട് ഹാമ്പേഴ്സ്. ഞാൻ എല്ലാവർക്കും വൗച്ചർ കൊടുക്കാറുണ്ട്. ഐ ആം ഗിവിങ് ഔട്ട് ഹാമ്പേഴ്സ്. കള്ളൻ അല്ലെങ്കിൽ എനിമി സറണ്ടർ ആവുന്നതിന് ഗേവ് അപ്പ് എന്ന് പറയണത് എനിമി തന്നെ ചെയ്താൽ, എനിമി സറണ്ടർ ആവുകയാണെങ്കിൽ ഗേവ് ഇൻ. എനിമി വിട്ടിട്ട് ഓടിപ്പോവുകയാണെങ്കിൽ ഗേവ് അപ്പ്. പരീക്ഷയിൽ തോറ്റിട്ട് എഴുതണില്ല എന്ന് തീരുമാനിക്കുന്നത് ഗേവ് അപ്പ്. പോലീസിൽ സറണ്ടർ ആവുന്നത് ഗേവ് ഇൻ. 83D. ഹി ലുക്സ് ആസ് ഇഫ് ഹി ഡാഷ് റിച്ച്. 84. ഹി ഈസ് റിച്ച്, വാസ് റിച്ച്, വേർ റിച്ച്, മൈറ്റ് ഹാവ് ബീൻ റിച്ച്. ഹി ലുക്സ് എന്നുള്ളത് പ്രസന്റും കണ്ടിന്യൂസും ആണ്. പക്ഷെ അങ്ങനെ നമുക്ക് തോന്നിയതാണ്. ഹി ലുക്സ് ആസ് ഇഫ് എന്ന് പറയുമ്പോൾ ഹി വേർ റിച്ച് പറയണം. അവൻ കാശുകാരനെ പോലെ തോന്നിച്ചു. ഹി ലുക്സ് ആസ് ഇഫ് ഹി വേർ റിച്ച്. എന്തുകൊണ്ട് വേർ പറയണോ? റിച്ച് ആയതുകൊണ്ട് വേർ റിച്ച്. ഹി വേർ റിച്ച്. 84C. 85. ഇറ്റ് ഡാഷ് സിൻസ് 10 o'clock ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ 10 മണി മുതൽ ഇറ്റ് ഡാഷ്. ഇറ്റ് ഈസ് റെയിനിങ്, ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ്, ഇറ്റ് വാസ് റെയിനിങ്, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. 85. വാസ് റെയിനിങ് പറയും ഇപ്പം മഴയില്ലെങ്കിൽ. ഈസ് റെയിനിങ് പറയും ഇപ്പം മഴ പെയ്യുകയാണെങ്കിൽ. ഹാഡ് ബീൻ റെയിനിങ് പെയ്തിരുന്നു പക്ഷെ ഇപ്പം പെയ്യണില്ല എന്നുള്ളതിന്. സിൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് 10 മണിക്ക് തുടങ്ങി ഇപ്പോഴും പെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ അർത്ഥമാക്കുക. സിൻസ് 10 o'clock ദിസ് മോർണിംഗ്. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 10 o'clock ദിസ് മോർണിംഗ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 10 o'clock ദിസ് മോർണിംഗ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് സിൻസ് 10 o'clock. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. ഐന് ഹാവ് ഉപയോഗിക്കും, ഇറ്റിന് ഹാസ് ഉപയോഗിക്കും. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 10 o'clock ദിസ് മോർണിംഗ്. മഴ പെയ്ത് കഴിഞ്ഞ് മഴ നിന്നുവെങ്കിൽ ഹാഡ് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ നിന്നതിൻ്റെ ഒരു സൂചനയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് എന്ന് പറയും. 85D. 86. The word categorically means, categorically പറഞ്ഞാൽ what he says is categorically true എന്ന് പറഞ്ഞു വെച്ചാൽ അത് പിന്നെ എന്താ പറയുക, ഒരു ആർഗ്യുമെൻറ്റും ഇല്ല, ഒരു ഡിസ്കഷനും ഇല്ല, അതൊരു ഫൈനലാണ് എന്നുള്ള രീതിയിലാണ് കാറ്റഗോറിക്കലി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളതിന് അർത്ഥം കൊടുക്കേണ്ടത്. അപ്പോൾ ലീവിങ് നോ ഡൗട്ടാണ് അതിൻ്റെ ഒരു മീനിങ്. എംഫത്തറ്റിക്കലി എന്നുള്ളതും മീനിങ് ആണ്. ഹാവിങ് സെവറൽ ഡിവിഷൻസ് എന്നുള്ളത് മീനിങ് അല്ല, കാറ്റഗറൈസ് ചെയ്തു എന്നുള്ളതാണ് ഹാവിങ് സെവറൽ ഡിവിഷൻ. വിത്ത് കൺവിക്ഷൻ. വിത്ത് കൺവിക്ഷൻ പറഞ്ഞാൽ വിശ്വാസത്തോടെ, തീരുമാനത്തോടെ, ദൃഢകാർത്ഥമായിട്ട് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ 86-ന് വേർഡ് കാറ്റഗറിക്കലി മീൻസ് വിത്ത് കൺവിക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ അവൻ പറയണത് അവന് നല്ല, തീർച്ചയായിട്ടും അതിൽ നല്ല അവന് വിശ്വാസമുണ്ട്, നമുക്കൊരു ഡൗട്ടും വരുന്നില്ല, അവൻ സ്ട്രെസ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ രണ്ടും വരുന്നത്. ലീവിങ് നോ ഡൗട്ട് ആൻഡ് എംഫറ്റിക്കലി. എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണെങ്കിൽ ലീവിങ് നോ ഡൗട്ട് എന്നുള്ള മീനിങ് വരും. എംഫത്തറ്റിക്കലി അവൻ ചെയ്ത് മാത്രം. പക്ഷേ കാറ്റഗറിക്കലി പറഞ്ഞു വെച്ചാൽ വിത്ത് കൺവിക്ഷൻസ്, വിശ്വാസത്തോടെ, തീരുമാനത്തോടെ. അത് അവന് ഒരു റിസർച്ച് ചെയ്ത് ഒരാൾ റിസർച്ചിൻ്റെ കണ്ടുപിടുത്തത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കാറ്റഗറിക്കലി പറയണം. അങ്ങനെ അതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്, വിശ്വാസമുണ്ട്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഗൗരവം അറിയുക എന്നുള്ളതാണ് വിത്ത് കൺവിക്ഷൻസ്. 86D ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആൻസർ ആയിട്ട്. 87. ജോൺ ഇസ് ഡാഷ് ഹാപ്പി ആൻഡ് ഡിപ്രസ്ഡ്. ഹാപ്പി എന്നുള്ള സന്തോഷം, ഡിപ്രസ് എന്നുള്ളത് വിഷമമായിട്ട് മൂടിയായിട്ടിരിക്കുന്നത്. രണ്ടും. ജോൺ ഇസ് ഹാപ്പി ആൻഡ് ഡിപ്രസ്ഡ് രണ്ടും ഉണ്ട്. ഒരാൾ രണ്ടുമായിട്ടുണ്ടെങ്കിൽ എന്ത്
ഹാപ്പി ആയിട്ടും ഇരിക്കില്ല, ഡിപ്രസ്ഡ് ആയിട്ടും ഇരിക്കില്ല. ഹാപ്പിനെസ് വന്നാലും ഡിപ്രഷൻ വന്നാലും ഒരേപോലെ ഇരിക്കുക എന്നുള്ളത് സ്റ്റോയിക്ക്. ഇത് രണ്ടും ഉണ്ട്, ഹാപ്പി ഉണ്ട് ഡിപ്രസ്ഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആൾട്ടർനേറ്റീവ്ലി, ആൾട്ടർനേറ്റ്ലി, ആൾട്ടർനേറ്റീവ്. ആൾട്ടർനേറ്റീവ് പറയുന്നത് നമുക്ക് എത്ര ആൾട്ടർനേറ്റീവ് റൂട്ട് ഉണ്ട് ഡൽഹിക്ക് പോകാൻ? ബോംബെ വഴി പോകാം, കൽക്കത്ത വഴി പോകാം. ആൾട്ടർനേറ്റീവ് റൂട്ട്സ്. ആൾട്ടർനേറ്റ് പറഞ്ഞാൽ ഇതും അതുമായിട്ട് മാറി മാറി ഉള്ളത് ആൾട്ടർനേറ്റ്. ആൾട്ടർനേറ്റ് ബിറ്റ്വീൻ ഡൽഹി ആൻഡ് ബോംബെ പറഞ്ഞാൽ കുറച്ച് കാലം ഡൽഹി, കുറച്ച് കാലം ബോംബെ, അങ്ങനെ മാറി മാറി ജോലി ചെയ്യും. ആൾട്ടർനേറ്റീവ്ലി പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഓപ്ഷൻസിൽ LDC എഴുതാം. ആൾട്ടർനേറ്റീവ്ലി ഐ ക്യാൻ അപ്ലൈ ഫോർ ബാങ്ക് എക്സാമിനേഷൻസ്. അത് ആൾട്ടർനേറ്റീവ്ലി. ആൾട്ടർനേറ്റ് പറഞ്ഞാൽ വേറെ ഒരു ഓപ്ഷൻ, മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ളതാണ് ആൾട്ടർനേറ്റീവ്. ആൾട്ടർനേറ്റ് പറഞ്ഞു വെച്ചാൽ മാറി മാറി. ആൾട്ടർനേറ്റ്ലി ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? ഇത് ജോൺ ഇസ് ആൾട്ടർനേറ്റ്ലി ഹാപ്പി ആൻഡ് ഡിപ്രസ്ഡ്. കുറച്ച് നേരം ഹാപ്പി, കുറച്ച് നേരം ഡിപ്രസ്ഡ്, കുറച്ച് നേരം ഹാപ്പി, കുറച്ച് നേരം ഡിപ്രസ്ഡ്. വാൾ ക്ലോക്കിൻ്റെ പെൻഡുലം അനങ്ങുന്നത് പോലെ സംഭവിക്കുന്നത് ആൾട്ടർനേറ്റ്ലി ഹാപ്പി ആൻഡ് ഡിപ്രസ്ഡ്. 87 നമ്മൾ ബി. ജോൺ ഇസ് ആൾട്ടർനേറ്റ്ലി ഹാപ്പി ആൻഡ് ഡിപ്രസ്ഡ്. 88 ജെറാൾഡ് ഹാസ് ഡിഫിക്കൽട്ടി. ജെറാൾഡിന് ബുദ്ധിമുട്ടുണ്ട്. ഡാഷ് ഇസ് ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ്. അവൻ്റെ ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ട്രാവൽ അറേഞ്ച്മെൻറ്റ്സുമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അറേഞ്ച്മെൻറ്റിൽ നിന്നും ബുദ്ധിമുട്ട്, അറേഞ്ച്മെൻറ്റ് കാരണം ബുദ്ധിമുട്ട്, അറേഞ്ച്മെൻറ്റിൻ്റെ കൂടെ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പ്രിപ്പോസിഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ടു, ഇൻ, അറ്റ്, വിത്ത്. 88 ഡിഫിക്കൽട്ടി ടു ഹിസ് ട്രാവൽ അറേഞ്ച്മെൻറ്റ്. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ല. ജോൺ ഹാസ് ഡിഫിക്കൽട്ടി ടു സ്പീക്ക്. വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതല്ല. ജെറാൾഡ് ഹാസ് ഡിഫിക്കൽട്ടി ഇൻ ഹിസ് അറേഞ്ച്മെൻറ്റ്. അറേഞ്ച്മെൻറ്റിൽ ഡിഫിക്കൽട്ട് ഉണ്ട്. ജെറാൾഡ് ഹാസ് ഡിഫിക്കൽട്ടി ഇൻ ഹിസ് ഹോട്ടൽ. ആ ഹോട്ടലിൽ ബുദ്ധിമുട്ടുണ്ട്. ജെറാൾഡ് ഹാസ് ഡിഫിക്കൽട്ടി ഇൻ ഹിസ് ഹോട്ടൽ. ജെറാൾഡ് ഹാസ് ഡിഫിക്കൽട്ടി ആറ്റ്. ജെറാൾഡ് ഹാസ് ഡിഫിക്കൽട്ടി ആറ്റ് ചെന്നൈ. ചെന്നൈയിൽ ജെറാൾഡിന് ഡിഫിക്കൽട്ടി ഉണ്ട്. ജെറാൾഡ് ഹാസ് ഡിഫിക്കൽട്ടി ആറ്റ് ചെന്നൈ. ജെറാൾഡ് ഹാസ് ഡിഫിക്കൽട്ടി വിത്ത് ഹിസ് വൈഫ്. ജെറാൾഡിൻ്റെ ഭാര്യയുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട്. ജെറാൾഡ് ഹാസ് ഡിഫിക്കൽട്ടി വിത്ത് ഹിസ് വൈഫ്. ടു, ഇൻ, അറ്റ്, വിത്ത് ഇങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ തന്നിരിക്കുന്നത് ഹിസ് ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ജെറാൾഡ് ഹാസ് ഡിഫിക്കൽട്ടി ഇൻ ഹിസ് ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ്. രാവിലെ ഡൽഹിക്ക് പോകണം, വൈകുന്നേരം തന്നെ അവിടുന്ന് ബോംബെക്ക് പോകണം, രാത്രി താമസിക്കാൻ 5 സ്റ്റാർ ഹോട്ടലില്ല എന്നുള്ള അറേഞ്ച്മെൻറ്റ്സിൽ ആണ് ബുദ്ധിമുട്ട്. ജെറാൾഡ് ഹാസ് ഡിഫിക്കൽട്ടി ഇൻ ഹിസ് ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ്. പ്ലെയിനിൽ പോകണം, ട്രെയിനിൽ പോകണം, സ്റ്റാർ ഹോട്ടലില്ല എന്നുള്ള കാര്യങ്ങളിലാണ് ബുദ്ധിമുട്ടെന്ന് പറയണമെങ്കിൽ ജെറാൾഡ് ഹാസ് ഡിഫിക്കൽട്ടി ഇൻ ഹിസ് ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ്. 88 ബി. 89 affection means, affection പറഞ്ഞാൽ എന്താ? സ്നേഹം. parents have affection towards their children. Nehru was affectionate towards all children. affection പറഞ്ഞാൽ സ്നേഹം. pretension പറഞ്ഞാൽ അഭിനയം. intimacy പറഞ്ഞാൽ അടുപ്പം. pride പറഞ്ഞു വെച്ചാൽ he is proud that he is an MLA ആണെന്നുള്ള ഗൗരവം. ഫീലിംഗ് പറഞ്ഞു വെച്ചാൽ ഒരു ഫീലിംഗും അവനില്ല, എന്ത് പറഞ്ഞാലും ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് ഫീലിംഗ്. അഫെക്ഷൻ എന്നുള്ള മീനിങ്, മീൻസ് എന്ന് പറയുന്നത് സിനോണിം നോക്കണം. അപ്പോൾ നമ്മൾ ഇൻറ്റിമസി എന്നെടുക്കാം. അഫെക്ഷൻ മീൻസ് ഇൻറ്റിമസി. 89 ബി. 90 പാർക്ക് ദി ഡേ. സെൽഡം പറഞ്ഞാൽ ഓഫൺ ആൻഡ് ഓപ്പോസിറ്റ് സെൽഡം. ഓഫൺ പറഞ്ഞാൽ എപ്പോഴും, പല പ്രാവശ്യം, ഒരു ദിവസം 4 പ്രാവശ്യം ഓഫൺ, ഒരു മാസത്തിൽ 1 പ്രാവശ്യം സെൽഡം, എപ്പോഴെങ്കിലും. അപ്പോൾ സെൽഡം വി വിസിറ്റ് ദ പാർക്ക്, സെൽഡം വി ഹാവ് വിസിറ്റഡ് ദ പാർക്ക്, സെൽഡം ഡു വി വിസിറ്റ് ദ പാർക്ക്, സെൽഡം വി ആർ വിസിറ്റിംഗ് ദ പാർക്ക്. സെൽഡം ഡു വി വിസിറ്റ് ദ പാർക്ക് ദീസ് ഡേയ്സ്. സെൽഡം അല്ലാതെ വെറുതെ ആണെങ്കിൽ വി വിസിറ്റ് ദ പാർക്ക് ദീസ് ഡേയ്സ്. ഞങ്ങൾ ഈ പാർക്കിലേക്ക് അടുത്ത കാലത്ത് പോകാറുണ്ട്. വി വിസിറ്റ് ദ പാർക്ക്. സെൽഡം ഉള്ളത് കൊണ്ട് സെൽഡം ഡു വി വിസിറ്റ്. സെൽഡം ഡു വി വിസിറ്റ് ദ പാർക്ക്. വി ഹാവ് വിസിറ്റഡ് ദ പാർക്ക് ദീസ് ഡേയ്സ്. ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഈ പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. വി ഹാവ്, വി ഹാഡ്, വി വിസിറ്റ് എല്ലാം സാധാരണ ഉപയോഗിക്കാം. ഇവിടെ സെൽഡം ഉള്ളത് കാരണവശാൽ സെൽഡം ഡു വി വിസിറ്റ് ദീസ് പാർക്സ് ദീസ് ഡേയ്സ്. അപ്പോൾ ഈ ആക്റ്റീവ് പാസീവിൻ്റെ കളിയും ട്രാൻസിറ്റീവ് വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബിൻ്റെ കളിയുമായിട്ടാണ് നമ്മൾ സെൽഡം ഡു വി വിസിറ്റ് ദീസ് പാർക്ക് ദീസ് ഡേയ്സ് എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. KPSC LDC കണ്ണൂർ 2003 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്ലീസ് സബ്സ്ക്രൈബ്. കീപ് കമ്മിങ് ബാക്ക് ഫോർ മോർ സച്ച് സെഷൻസ്.